ഹലോ ഗൈസ്, നമ്മൾ യൂറോപ്പിലോട്ടും അതേപോലെ ഗൾഫ് കൺട്രികളിലോട്ടും ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏജൻസികളെയാണ്. ഫേക്ക് ഏജൻസികളും ഉണ്ട്, നല്ല ഏജൻസികളും ഉണ്ട്. എല്ലാവരും അല്ല പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അത്യാവശ്യം തിളങ്ങി നിൽക്കുന്ന ഒരു ഏജൻസിയെ കുറിച്ചിട്ടാണ്. ലിത്വാനിയയിലേക്കാണ് കേട്ടോ അവർ കൂടുതൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പം അവരുടെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരന് അതിനകത്ത് പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ അവന്റെ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ കഴിഞ്ഞ വർഷം 2023 സെപ്റ്റംബറിലാണ് ഏജൻസിയിൽ പോകുന്നത്, കോഴിക്കോട്. പത്രവാർത്ത കണ്ടിട്ട് പോയതാണ്. പത്രത്തില് പരസ്യം കണ്ടിട്ട് 1.5 ലക്ഷം രൂപയാണ് അവിടെ കൊടുത്തിട്ട് ഞാൻ വന്നത്. ഇപ്പൊ 8 മാസത്തോളമായി ദുബായില്. 1800 ദിർഹം പറഞ്ഞ സാലറി, ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എല്ലാം പറഞ്ഞു. ഇതൊന്നുമില്ല ഇവിടെ വന്നപ്പോഴത്തേക്ക്. ഇൻഷുറൻസ് ഇല്ല, ഒന്നുമില്ല. 1800 ആണെങ്കിൽ ഇപ്പൊ 1200 കിട്ടുന്നത് ഇതുവരെ. അത് എനിക്ക് കിട്ടിത്തുടങ്ങിയത്, ഞാൻ വന്നത് ഡിസംബർ ലാസ്റ്റ് ആണ്. എന്നിട്ട് എനിക്ക് ശമ്പളം കിട്ടിത്തുടങ്ങുന്നത് മെയ് അവസാനമാണ്. മെയ് അവസാനം ശമ്പളം കിട്ടിത്തുടങ്ങുന്നത്. ഇപ്പോഴും ഈ പെൻഡിങ് ആണ്, ഈ ജൂലൈയിലേക്ക്. ഇവന്മാരെ ബന്ധപ്പെട്ടിട്ട് ഇവന്മാർ യാതൊരു റെസ്പോൺസിബിലിറ്റി കാണിച്ചിട്ടില്ല അന്നോട്ട് ഇന്ന് വരെ. 1.5 ലക്ഷം രൂപ മേടിച്ചു. വിസയുടെ പൈസ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ വിസയുടെ പൈസ കൊടുത്തിട്ടില്ല, അതായത് നമ്മൾ വിസയുടെ പൈസയും കട്ട് ചെയ്തോണ്ടിരിക്കുക. ഇവന്മാരെ വിളിക്കുമ്പോൾ ഇവന്മാര് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല, ഇവന്മാര് മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ചെയ്യുന്നില്ല, കോൾ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനത്തെ പരിപാടി ഇവന്മാരെല്ലാം. പൈസ മേടിക്കുന്നവരേ ഉള്ളൂ ഇവന്മാരെ ഓരോ കാര്യങ്ങൾ. പൈസ മേടിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. ഇപ്പൊ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വന്ന 3 പുള്ളി ഇപ്പൊ വേറെ 2 കമ്പനി വിട്ട അവന്മാര്, പിന്നെ എൻ്റെ കൂടെ തന്നെ വന്ന ഒരു പുള്ളി. ഞങ്ങൾ ഇത്രയും പേരാണ് പെട്ടത്. ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഉമ്മാരെ കീഴിൽ പോയി പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവർക്കാണെങ്കിൽ എറണാകുളത്ത്, തിരുവനന്തപുരത്ത്, കോഴിക്കോട് ഏജൻസികളുണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ പുള്ളികളെന്ന് പറയുന്നത് പ്രവീൺ എന്ന് പറയുന്ന ഒരുത്തനും സുമേഷ് എന്ന് പറയുന്ന ഒരുത്തനുമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ട് ഇരിക്കുന്ന ഈ ഏജന്റുകൾ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഏജൻസിയുടെ കളികൾ. അപ്പൊ അവർ പറയുന്നതായിരിക്കത്തില്ല നമുക്ക് റിയൽ ലൈഫിൽ കിട്ടാൻ പോകുന്നത്. അപ്പം നോക്കിയും കണ്ടുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ബൈ.